ഓക്കെ, നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് വരാം. ഇന്ന് രാവിലെ ഒരു കൺസൾട്ടേഷന് ശേഷം ഒരു റാലി ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും കൺസൾട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. റാലി എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയൊക്കെ എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ബോളൻ റെസ്പെക്ട് ചെയ്യുന്നു. പിന്നെ അവിടെ കൺസൾട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഫ്യൂച്ചർ അതുപോലെ തന്നെയാണ്. ഫ്യൂച്ചർ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻഡെക്സ് ലെവലാണ് കേട്ടോ. ദെൻ നിഫ്റ്റി സർവീസ് അതുപോലെ തന്നെ നിഫ്റ്റിയൊക്കെ ക്രോസ് ചെയ്ത് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. നമുക്ക് നമ്മുടെ സ്ട്രൈക്കിലേക്ക് വരാം. സ്ട്രൈക്ക് 3 കൺഫേംഡ് ആകുന്ന സമയങ്ങളിൽ നമുക്ക് എന്തുണ്ട്, ഒരു ആക്റ്റീവ് മൊമെൻറ്റം ഉണ്ടാവും. പക്ഷേ ഇന്ന് കൺസോൾട്ടേഷനാണ്. ഇതിൽ നോക്കി നമുക്ക് യാതൊരുവിധ ആക്റ്റീവ് മൊമെൻറ്റം കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ 2 കൺഫേംഡ് ലെവൽസ് ഉണ്ട്. നമുക്കറിയാതെ 90% അക്യുറസി മാത്രമേ ഉള്ളൂ. 100% അക്യുറസി ട്രേഡ് ഇല്ലാന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 90% അക്യുറസി ട്രേഡ് ഉണ്ടായിരുന്നു അല്ലേ. അത് 2 കൺഫേംഡ് ആകുന്ന ട്രേഡുകൾ. അതായത് നോക്കിക്കേ, ഈ ഒരു ലെവലൊക്കെ വരുമ്പോഴത്തേക്ക് എന്താണ്, ഇത് ഫസ്റ്റ് ലെവലിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നോക്കിയാൽ ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നുണ്ട്. അതേസമയം ഇവിടെയും ഫസ്റ്റ് ലെവൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അതായത് സി പൊസിഷൻ കയറി ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഈ ഒരു പോയിന്റ്, അതേസമയം പി പൊസിഷൻ ഇറങ്ങി ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഈ ഒരു പോയിന്റ്. സോ അവിടുന്ന് ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ കണ്ടോ. പി ആണെങ്കിൽ മുകളിലേക്ക് ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ, സി ആണെങ്കിൽ താഴത്തേക്ക് ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാകും. ഇത് ഒരു 90% അക്യുറസിയുള്ള ട്രേഡാണ്. ഇതിൽ ഒരെണ്ണം കൂടി കൺഫേംഡ് ആയിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു പി പൊസിഷൻ, ഈ ഒരു പി പൊസിഷൻ അങ്ങനെ തന്നെ കാണിക്കും, അല്ലെങ്കിൽ ഈ ഒരു സി പൊസിഷൻ ഇതുപോലെ ഫസ്റ്റ് ലെവൽ തന്നെ കാണിച്ചിരുന്നുവെങ്കിൽ നമുക്ക് 100% അക്യുറസി പറയാം. ഇവിടെ 90% അക്യുറസി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ട്രേഡ് നോക്കിയാൽ എത്രാമത്തെ ക്യാൻഡിലാന്ന് നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10th. അപ്പോൾ 9th ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ 9th ക്യാൻഡിലൊക്കെ നമ്മൾ ഒരു പി ട്രേഡിലേക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 കണ്ട ഇവിടെയൊക്കെ വെച്ചിട്ട് എൻട്രി എടുക്കുക അല്ലല്ലോ. ഒരു 10-25 രൂപയൊക്കെ ഉള്ളൂ. ആ ഒരു സമയത്തൊക്കെ എൻട്രി എടുത്ത് then നമുക്ക് 100 റുപ്പീസ് വരെയൊക്കെ പോയിട്ടുണ്ട്. നല്ല രീതിയിൽ റിട്ടേൺ അവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 50 രൂപയ്ക്കാണെങ്കിൽ പോലും എൻട്രി ചെയ്താൽ 90 റുപ്പീസ് കിട്ടിയിട്ടുണ്ട്. 100 റുപ്പീസ് കിട്ടിയിട്ടുണ്ട്. അതായത് 100% അക്യുറസി അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് 100% അക്യുറസി എന്നല്ല, 100% റിട്ടേൺ ഉണ്ടായിരുന്നു. ആ 90% അക്യുറസി ട്രേഡ് മാത്രമാണ് ഈ 2 കൺഫേംഡ് ആകുന്ന ട്രേഡുകൾ എന്ന് പറയുന്നത്. നമുക്ക് നിഫ്റ്റി നോക്കാം. നിഫ്റ്റിയിൽ ഇതുപോലെ 2 കൺഫേംഡ് ആകുന്ന ട്രേഡ് ഉണ്ടായിരുന്നു. അതായത് ഇവിടെ നോക്കിക്കേ, ഈ ഒരു 1 2 3 4 5 6 7th ക്യാൻഡിൽ നോക്കിയേ. 7th ക്യാൻഡിൽ ബാക്കിൽ നിന്ന് 7th ക്യാൻഡിൽ ഇതുപോലെ ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നുണ്ട്. അതേസമയം 1 2 3 4 5 6 7 ഈ ഒരു ക്യാൻഡിലും ഫസ്റ്റ് ലെവലിൽ തന്നെയാണ് പിയുടെ പൊസിഷൻ. കണ്ടോ, പി പൊസിഷൻ ഇറങ്ങി ഫസ്റ്റ് ലെവലിൽ വരുന്നു. സി പൊസിഷൻ കയറി ഫസ്റ്റ് ലെവലിൽ വരുന്നു. അപ്പോൾ ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇനി ഒരു സി പൊസിഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് താഴേക്ക് കൊടുക്കും, പി പൊസിഷൻ മുകളിലേക്കും പോകും. അപ്പം അത് ഒരു 90% അക്യുറസി ഉള്ള ട്രേഡാണ്. അതവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട്. നമുക്ക് പി പൊസിഷൻ ഇപ്പോൾ പറഞ്ഞ അതേ ട്രേഡ് തന്നെയാണത്. പക്ഷേ ഇത് രണ്ടും ഇത് ഓൾറെഡി സെക്കൻഡ് ലെവലിൽ കഴിഞ്ഞു പോന്നു. ഇതാണെങ്കിൽ അതേസമയം 1 2 3 4 5 6 7th ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇവിടെയാണ്, സെക്കൻഡ് ലെവലിലാണ് നിൽക്കുന്നത്, ഫസ്റ്റ് ലെവലിലല്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിന് 90% അക്യുറസി പറയാൻ പറ്റില്ല. പിന്നെ ഇത് ഏറ്റവും ലാസ്റ്റ് ലൈനാണ് കണ്ടത്. ഏറ്റവും ലാസ്റ്റ് ലൈനിൽ വരെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ കൊടുക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ നോക്കി ഈ ട്രേഡിലേക്ക് വേണമെങ്കിൽ എൻ്റർ ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഫസ്റ്റ് ലെവലാണെങ്കിൽ നമുക്കൊന്നും കൂടി നല്ല അക്യുറസി കിട്ടും. ഇന്ന് നമുക്ക് ഫിൻനിഫ്റ്റിയിൽ ഇല്ലായിരുന്നു, ലെവൽസ് ഇല്ലായിരുന്നു. കാരണം അതിന് ലിക്വിഡിറ്റി ഇല്ലായിരുന്നു, കണ്ടെത്താൻ പറ്റില്ല. ദെൻ സെൻസെക്സ് നോക്കുക. സെൻസെക്സ് ഇതുപോലെ ഫസ്റ്റ് ലെവലിൽ തന്നെ വന്നിട്ട് പോവുകയാണ്. കണ്ടോ, നമ്മൾ ഇവിടെയും ഫസ്റ്റ് ലെവലാണ്. ഇത് 2 ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നു. നിഫ്റ്റിയുടെ സ്ട്രൈക്ക് ലെവൽസ് ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നു. കണ്ടോ, അതുപോലെ സെൻസെക്സിന് കയറി ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇക്വിറ്റി ട്രേഡൊക്കെ ചെയ്യുന്നവർക്ക് നല്ല റിട്ടേൺ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ഇൻഡെക്സുകളെല്ലാം നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ട്. ഇക്വിറ്റി ട്രേഡിൽ സി പൊസിഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. സെൻസെക്സ് പൊസിഷനൊക്കെ നോക്കിയിട്ട് ഫസ്റ്റ് ലെവലിലായിരുന്നു. സോ നമ്മുടെ സ്ട്രൈക്ക് ലെവൽസും ഫസ്റ്റ് ലെവലിലായിരുന്നു. അങ്ങനെയൊക്കെ നോക്കിയെടുക്കാം. എത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ട്രേഡ്. നമുക്ക് 100% ആക്യുറസി പറയാൻ പറ്റിയ ഒരു ട്രേഡ് ഇല്ലായിരുന്നു. 90% ആക്യുറസി പറയാൻ പറ്റിയ ഒരു ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നല്ല, 2 ട്രേഡ് എന്ന് പറയാം. രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ 7th ക്യാൻഡിൽ നിഫ്റ്റിയിൽ കാണിച്ചതേ ട്രേഡ് തന്നെയാണ്. നമുക്കൊരു 8th ക്യാൻഡിലൊക്കെ ആകുമ്പോഴത്തേക്ക് എവിടെ കാണിക്കുന്നത്, 8th അല്ലെ 9th ക്യാൻഡിലൊക്കെ ആകുമ്പം ബാക്കിലൊക്കെയുള്ള 9th ക്യാൻഡിലാകുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും കാണിച്ചിരിക്കുന്നത് അതേ ട്രേഡാണ് അവിടെ ആക്റ്റീവ് ആയിരിക്കുന്നത്. അപ്പോൾ ഒരു പൊസിഷൻ 90% ആക്യുറസി ഉള്ള ഒരു പൊസിഷൻ ആക്റ്റീവായിരുന്നു. പക്ഷേ 100% ആക്യുറസി ഉള്ള ഒരു പൊസിഷൻ ഇന്നില്ലായിരുന്നു. ഇന്നും കൺസോൾട്ടേഷൻ തന്നെയാണ്. അടുപ്പിച്ചൊരു 2-3 ദിവസമായി അത്യാവശ്യം കൺസോൾട്ടേഷൻ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബ്രേക്കൗട്ട് അടുത്ത ഏതെങ്കിലും ദിവസം തന്നെ ഉണ്ടാകും. ക്യാപിറ്റൽ സേഫാക്കി വയ്ക്കുക. ഞാനിന്ന് ട്രേഡ് ചെയ്തിട്ടില്ല. കൺസോൾട്ടേഷൻ നമുക്ക് 100% ആക്യുറസി ഉള്ള ട്രേഡൊന്നും കിട്ടിയില്ല.
അത് നിങ്ങളതുകൊണ്ട് ക്യാപിറ്റൽ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ട്രേഡ് ബ്രേക്കൗട്ട് ട്രേഡ് വരാനുള്ള സാധ്യതകളുണ്ട്. അതിനെ ക്യാച്ച് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മുടെ ഈ സ്ട്രൈക്ക് ലെവൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കോൺടാക്റ്റ് ചെയ്യണം. അതിനുള്ള താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നമുക്ക് മില്ലിനിയേഴ്സ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് ഇൻഡെക്സ് ലെവൽസാണ് അവിടെ കിട്ടുക. ഇൻഡെക്സ് ലെവൽസ് അവിടെ ഫ്രീ ആയിട്ട് കിട്ടും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, മില്ലിനിയേഴ്സ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അതിനുശേഷം സ്ട്രൈക്ക് ലെവൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ.